അഥ 9-ാം അധ്യായം. ഭഗവസ്തുതേ. ബ്രഹ്മാവ് പറഞ്ഞു, ഇപ്പോഴറിഞ്ഞേൻ ഭവാനേ ചിരാലിവൻ ഈ പാരിലാരുമറിയ ഭഗവദ്ഗീതേ. ദോഷമാണായതോ ദേഹികൾക്കൊക്കെയും ഈശാ ഭവാനൊഴിഞ്ഞൊന്നുമിൽ അന്യമായി കാണുന്നതെല്ലാം ഭവദ്രൂപഭേദങ്ങളാണ്. എങ്കിലും പരിശുദ്ധമല്ല ഒന്നുമേ. മായ ഗുണബന്ധമൂലം ബഹുരൂപനായി ഭവാൻ വിളങ്ങിയിടുന്നു. നിർണയം ബോധാമൃതപ്രവാഹത്താൽ അവിദ്യാന്ത്യബാധാവിഹീനം ഏ രൂപമങ്ങാദിയിൽ കൈക്കൊണ്ട് സജ്ജനാനുഗ്രഹത്തിന് ഇത് പാർക്കുന്ന അവതാരത്തിനു ബീജമാം തൊന്നാഭിയിങ്കൽ വിളങ്ങും സരോരുകം തന്നിൽ നിന്നല്ലോ പിറന്നതും ഞാൻ പ്രഭു. ആനന്ദമാത്രമായി ഭേദരഹിതമായി ഊനവിഹീന ചൈതന്യ സംയുക്തമായി മിന്നും ഈ നിന്നുടെ രൂപത്തിലും കവിഞ്ഞ് ഒന്നുമേ കാൺമതില്ല ഈ ഞാൻ ജഗൽപതേ. ലോകവിലക്ഷണമായി ലോകഹേതുവായി ഏകമായി ഭൂതേന്ദ്രിയാത്മകമായിടും നിന്തിരുമേനിതൻ ശ്രേഷ്ഠമാം ഈ രൂപമന്തരമെന്നെ ഉപാശ്രയിക്കുന്നു ഞാൻ. മംഗലാത്മാവേ ഭഗവൻ ശുഭത്തിനായി അങ്ങേ ഉപാസകന്മാരായിടും ഇവർ ധ്യാനിക്കവേ ഭവാൻ കാട്ടുവതാമീച്ചിതാനന്ദരൂപം അസൽ സംഗമത്തിനാൽ ശീലം ദുഷിച്ചു നരകത്തിലേക്കു താൻ കാലുവയ്ക്കും ദുർമതികൾ മാനിച്ചിട ഞങ്ങളയേ ഭഗവാനേ. ഭവാന്റെ ഈ മംഗളരൂപത്തെ ആനമിക്കുന്നിതേ. വേദാനിലനടുത്ത് എത്തിച്ചേടും തവപാദാബ്ജഗന്ധം ശ്രവണങ്ങൾ മാർഗമായി ഗ്രാണിക്കുവാൻ പ്രേമവായ്പാൽ ഒരിക്കലും ചേണാളുമപ്പാദപത്മം മറന്നിട. അങ്ങും തദന്തരംഗത്തെ വിടുന്നതില്ല. അങ്ങനെയാണ് മകാന്മാരുടെ നില എന്നുവരെ ജനം ഭീതിവിഹീനമാം നിന്നുടെ പാദമൂലത്തെ ശ്രയിച്ചിട. ജ്ഞാനെന്നിലും അഭിമാനവും ലോഭവും മാനവമാനസ്പൃഹകളും ഭീതിയും പുത്രകളത്രമിത്രാദികളാലിഴും മത്തലും അന്നോളവും ഇട്ടിടും. എല്ലാ വിപത്തും ഒഴിച്ചിടും. അങ്ങയിൽ ഉള്ളമർപ്പിച്ചു സഹകരിക്കാത്തവൻ ദൈവാഹതനായി ലുപ്തനായി അർത്ഥനായി ചെയ്വൂ. മതിമങ്ങി നിത്യവും ദുഷ്കൃതം ക്ഷുത്വദാഹം വാതപിത്ത കഫങ്ങളുമൊത്തു ശീതാതപപാത വർഷാദിയും കാമാഗ്നിയും നശിക്കാതുള്ള കോപവും മാമകസന്താന സഞ്ചയം ഏറ്റവും കഷ്ടപ്പെടുന്നത് കൺകിയാലേ എൻ മനം പൊട്ടിത്തകർന്നു ഇത് ഏറ്റവും. ഇന്ദ്രിയമഞ്ചം ആകാശഭൂമ്യാദിയും നിന്ദിരമിതന്മായ വിനിർമ്മിതം എന്നോളവും ഭവനിൽ നിന്ന് അന്യമായി തന്നെ കാണുന്നു ജനങ്ങൾ. അന്നാൾ വരെ ദുഃഖ സമൂഹം വഹിക്കുന്ന നിഷ്ഫല ദുഷ്കർമ്മയുക്ത സംസാരത്തെ വിട്ടിട. നിൻ കഥ കേൾക്ക കീർത്തിക്കയിത്യാത്തിൽ പങ്കെടുക്കാത്തോർ മഹർഷികളാകിലും നിത്യം പകൽ ഗൃഹകാര്യനിരന്തര വൃത്തിയാൽ ഏറ്റവും ക്ഷീണിച്ചു. രാത്രി മനോരഥ മഗ്നരായി നിദ്രയിൽ വീണു പൊടുന്നനെ ഞെട്ടി ഉണർന്നകോ അർദ്ധാർജന ശ്രമം വിഘ്നങ്ങൾ കാരണം വ്യർത്ഥമായി പാർത്തു മുങ്ങുന്ന ഭവാബ്ദിയിൽ
അല്ലയോ സർവസംരക്ഷക, ശാസ്ത്രങ്ങളെല്ലാം ഭഗവിതം കീർത്തിച്ചിടം വിഭോ. ഭക്തിമാർഗത്താൽ ഭവൽ പ്രാപ്തി സാധിച്ചു, സൽക്കഥ കേട്ടു ധരിച്ചു വേണ്ടും വിധം തൃക്കഴലാശ്രയിച്ചിടും ജനങ്ങൾ തന്നുൾ കമലത്തിൽ വസിച്ചിടുന്നു ഭവാൻ. പേർത്തും തതിച്ചാനുരൂപരൂപത്തോടും പ്രത്യക്ഷനായി അങ്ങ് അനുഗ്രഹിക്കും ഇതേ. ജീവജാലങ്ങളിലെല്ലാം വസിച്ചിടും സർവാന്തര്യാമിയായിടും തിരുമേനി തെല്ലും അസജ്ജനത്തിന് ഇയലാത്തതായുള്ള സർവപ്രാണികാരുണ്യവായ്പോടും ധന്യരെ നന്ദിച്ചിടുമ്പോൾ സകാമരാം വിണ്ടവർ അങ്ങേ ഉപചാരപൂർവകം ആരാധനം വഴിപോലാചരിക്കലും നേരെ അവരിൽ പ്രസാദിച്ചിടാ ഭവാൻ. ആകയാൽ വന്ദപം യാഗം ഇവയാലും ഏകാദശിയാതെ വ്രതചര്യാലുമേ സിദ്ധമാവാൻ ആരും ആശിച്ചിടും ഫലം ദൈത്യശത്രു തപകാരുണ്യമെല്ലിയേ ലഭ്യമല്ല ഏതും ഒരിക്കലും നന്ദിയിൽ അർപ്പിത കർമ്മങ്ങൾ നിഷ്ഫലമായിട. മോഹാന്തകാരം സ്വരൂപമഹസിനാൽ സംഹരിച്ചിട്ടു ചൈതന്യതീയൊത്തുതാൽ മിന്നും പരമപുരുഷനാമങ്ങയിൽ നമസ്കരിച്ചിടുന്നു ഞാനിത. സൃഷ്ടിസ്ഥിതിലയേത്തുവാൻ നിന്മായ കാട്ടും കളിയോടു കൂടിയിടും ഈശനായി പ്രാകൃതന്മാരിൽ നിന്ന് ഏറെ വിലക്ഷണനാകും ഭവാനെ നമിക്കുന്നു. പിന്നെയും പ്രാണവിയോഗകാലത്ത് അവശസ്ഥിതിയാണ് എങ്കിലും ഭവൻ നാമഗുണങ്ങളെ കീർത്തനം ചെയ്യുന്നവർ തദ്ദുരിതങ്ങൾ അസ്തമിപ്പിച്ചിട്ട് അപാവൃതമായിടും സത്യമാ വസ്തുവിൽ എത്തുന്നിതേ. ജന്മമറ്റ ഭവാനെ നമസ്കരിക്കുന്നു ഞാൻ. ഏകൻ ഭവാൻ ആത്മമൂലം പിളർന്നുടൻ ലോകേശനാം ഞാൻ ഹരിഹരൻ. ഇങ്ങനെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് മൂന്നായത പൊട്ടി പല ശാഖയായി വിടർന്നിടും. ലോകവിടപിസ്വരൂപനായി മിന്നുന്നു ഹേ കൃഷ്ണമൂർത്തേ, നമിക്കുന്നിത് അങ്ങയെ. പാരിജനത ഭവാൻ ചൊന്ന യോഗ്യമാം ആരാധനാമാർഗം ഒന്നും ഗണിക്കാതെ ദേഹാഭിമാനത്തിനാൽ ഉളവാം ഭോഗദാഹമടക്കാൻ കണക്കറ്റു ദുഷ്ക്രിയ കാട്ടി കഴിക്കും വരെ അവർക്കങ്ങുന്നു പെട്ടെന്ന് ജീവിതകാമം ഹരിച്ചിടും. കാലാകൃതിയായ നിമേഷനായി പരം ലാലസിപ്പൂ നമിക്കുന്നു ഭവാന് ഞാൻ. നിസ്തുലമായി ദിപരാർത്ഥം വിളങ്ങിയിടും സത്യലോകത്തു വാഴുന്ന ഞാൻ തന്നെയും കാലസ്വരൂപനമങ്ങി ഭയന്ന് അനുവേലം പലവിധയാകം തപസ്സതും മൂലമറ്റാചരിച്ചേൻ. അദ്വരബലദാസദാന സമർത്ഥൻ ഭവാന് നമസ്കൃതി. ജന്തുവൃന്ദാനുഗ്രഹത്തിന് വച്ചതാം സ്വന്തം മര്യാദ നിലനിർത്തിയിടുവാൻ താനേ മൃഗപക്ഷി ദേവ മനുഷ്യാദി യോനികളിൽ സ്വേച്ഛയാതെ ജനിച്ചിടും. സ്വാനന്ദ സംതൃപ്തനും സുഖകാംക്ഷാവിഹീനനും കാലകർമ്മൗഘസ്വരൂപനും മായതൻ ബാധയൊഴിഞ്ഞോര് അസംഖ്യനുമായ ഭവാനെ നമിക്കുന്നു ഞാൻ. വൃത്തിയഞ്ചാളും അവിദ്യയാലങ്ങുന്ന ബദ്ധനല്ല എങ്കിലും ലോകം സ്വകുക്ഷിയിൽ ലാഭകച്ച് ഉന്നതമാം തിരമാലകൾ താവും സലിലമധ്യത്തിൽ അനന്തരാശയിൽ സ്പർശസുഖത്തിൽ അനുരൂപമായി ജനസുഖം നേരെ വിവരിച്ച്
നിദ്ര ചെയ്യുമ്പനുകമ്പയാൽ ഈ ത്രിലോകോപകരണങ്ങളോടൊത്ത് ജാതനായ തവനാഭിജമാം സരോജാതവസതിയിൽ നിന്നും യിഡ്യോത്തമ യോഗനിദ്രാവസാനത്തിൽ സമസ്തമാം ലോകത്തെയും സമനുഗ്രഹിച്ചിടുവൻ നേത്രാംബുജങ്ങൾ വിടർത്തി വിളങ്ങിയുടെ മാർത്തികന്താവേ നമസ്കരിക്കുന്നു ഞാൻ. ലോകസുഹൃത്തും അഖിലാന്തരാത്മാവും ഏകനുമമ്പവൻ സത്വവിഭൂതിയല്ല ആനന്ദം ഈ ഉലകത്തിന് ചേർത്തിടും ജ്ഞാനം എനിക്കും കനിഞ്ഞ് അരുളിയിടണം. അല്ലാതെ മുൻമട്ടു ലോകം രചിക്കുവാനില്ല ഇപ്പോൾ അല്പവും കൽപ്പനിക്ക് ഈശ്വര ഏറ്റം പ്രണത പ്രിയനാം ഭവാനെ ഞാൻ ഒറ്റമധ്യ നമിച്ചിടുന്നു. പിന്നെയും സർവജ്ഞത തൊട്ടതൻ ഗുണസഞ്ചയം കൈവിട്ടിടാതെ ആത്മശക്തിയം ശ്രീയോടും ആശ്രിതർക്കിഷ്ടവരതനാകും ഭവാൻ ആശ്രയിക്കുന്ന സമസ്ത രൂപത്തിലും താവക വിക്രമം തന്നെ വിളങ്ങിയിടുന്നിത്. ഈ വിശ്വമെല്ലാം രചിച്ചിടും എന്നുടെ കർമ്മങ്ങളിൽ ദോഷദേശമേശീടാതെ മന്മനം നേരെ നയിച്ചിടണം ഭവാൻ. വെള്ളമതിൽ പള്ളികൊള്ളും അനന്തമായുള്ള ബലം പെടും ഏതുപമാനുടെ നാഭേഹൃതത്തിൽ നിന്നുണ്ടായി ഞാൻ പരമാഭയോടും പുരവിജ്ഞാന സംയുതം ചിത്രതരമാം അവന്റെ രൂപം പരം വിസ്തരിച്ചിടുവാൻ മുന്നീടും. എന്നോട് മാനസദാരിൽ മറക്കാതിരിക്കുക വേണം വിശിഷ്ടമാം വേദവചസുകൾ. കാരുണ്യപരാനിധിയായി പുരാതന പുരുഷനായി വിളങ്ങും ഭഗവൻ ഹരേ മങ്ങാതെഴുന്നേറ്റ സപ്രേമ സുസ്മിതം ഭംഗിയേറും ദയനാബ്ജദലങ്ങളെ നന്നായി വിടർത്തു ഭുവനം രചിക്കുവാൻ ഉണ്ണി ഉഴലുഴലും എൻ ഖിന്നതയാക്കവേ മാധുര്യവാക്യങ്ങളാൽ സമർപ്പിക്കുവാൻ ഏതും വിളംബരം വരുത്താതിരിക്കണം. സ്വന്തം പിതാവിനെ ഇങ്ങനെ കണ്ട ജനൽ പൊന്തും തപസ് ഒരു വിദ്യ സമാധിയും സന്ധിച്ച് വാക്കിനും ചേതസ്സിനും ബലം എന്തുമാത്രം വരും എന്നാൽ അതത്രയും നല്ലവണ്ണം വിനിയോഗിച്ചു താൻ സ്തുതി ചൊല്ലി വിരമിച്ചു ഖിന്നൻ എന്നുള്ളപ്പോൾ. പിന്നെ മധുരിപു പത്മജൻ തൻ മതം നന്നായി ധരിച്ചിട്ട് അഖില സംഹാരിയാൻ കൽപ്പജലത്തിൽ കിടന്നു ദുഃഖിച്ചതും സ്വപ്രേരണയാലേ മുപ്പാരു തീർക്കുവാൻ ഓർത്തിട്ടതിൻ വഴി കിട്ടാതെ ഉഴൽവതും പാർത്തലിഞ്ഞ് അത്തലകറ്റുവാൻ എന്ന പോലർദ്ധഗംഭീരവചസ്സുകൾ വേദമുൾക്കൊള്ളും വിധേ ലോകസൃഷ്ടിയിലേതും മടിക്കാതെ നീ പ്രവർത്തിക്കുക. എന്നോടു നീ നിരന്തരം ജ്ഞാനവും മുന്നേ തവ ഹൃദയത്തിൽ അർപ്പിച്ചു ഞാൻ. ബ്രഹ്മൻ തപസ്സും മതാശ്രയ വിദ്യയും നന്മട്ടനുഷ്ഠിക്ക വീണ്ടും അത് ഒന്നിനാൽ ഉള്ളിൽ മറവറ്റിരിക്കും പ്രപഞ്ചത്തെ നല്ലതുപോൽ തവ കാണായി വരും ദൃഢം. പിന്നെയുമെല്ല് സമാഹിത ചിത്തനായി ഉന്നത പ്രേമമിയലും അങ്ങയ്ക്കുടൻ തന്നിലും ലോകത്തിലും വ്യാപ്തനായിട്ടും എന്നെയും എന്നിലും ഭുവനത്തെയും എണ്ണമറ്റുള്ള ജീവാത്മാക്കളെയുമേ കണ്ണിനു കാണായി വരും ചതുരാന കാഷ്ടങ്ങൾ അഗ്നിമട്ടിൽ ചരാചരം ഒട്ടുക്കിരിക്കുന്നതായി എന്നെ എപ്പോഴോ കാണുന്നിതോ ജനം അപ്പോഴേ കശ്മല ശ്രേണി പാടെ നശിച്ചിടുന്നതുള്ളപ്പോൾ ഭൂതേന്ദ്രിയ അന്ധക്കരണ ഗുണങ്ങളോട് ഏതുമേ ബന്ധമില്ല എനിക്കില്ല. എങ്കിലും എന്നോട് യോജിച്ചവയിരിക്കുന്നതായി തോന്നുന്നത് അധ്യാസമൂലമത്രേ വിധേ.
എന്നും സ്വയം ഭാസ്യനായൊരു നാശവും എന്നെ മിന്നും. ആത്മാവു ഞാനെന്നത് നന്നായി ധരിച്ചാൽ അഖില ബന്ധങ്ങളിൽ നിന്നു നിർമോചനം ജീവനു സിദ്ധമാം. നാനാവിധ കർമ്മ വിസ്തരത്തൽ ബഹുപ്രാണി രചനയിൽ സുഖം തേ ബലം. ക്ഷീണമിയലാതിരിപ്പതുമോർക്കുകയിൽ ഞാൻ ഏകിയ മഹാനുഗ്രഹം കൊണ്ട് താൻ സൃഷ്ടി ചെയ്യുമ്പോഴും നിൻ മാനസം എന്നെ വിട്ടുപോകാതെ ഇരിപ്പതു കാരണം അതിമടിയാം ഭവാനി മഹാപാപഹേതുരജോ ഗുണം ബാധിച്ചിടാലപം. പ്രത്യാദിബോധങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളും സത്വാദിയാം ഗുണം അന്ധക്കരണവും തീരെ കലരാത്തവനാണു ഞാൻ എന്നതാരുമറിയാ ഭവാനൊരാളന്യേ. അർണോജനാളത്തിലൂടെ മൂലത്തെ അന്വേഷണം ചെയ്തുഴലും നിനക്കുടൻ മാമക രൂപം മകത്തു കാണിച്ചു നിന്നാമയമാകവേ ഞാൻ ഒഴിച്ചില്ലയോ. എൻ പ്രഭാവം പ്രകാശിപ്പിച്ചിടം കഥയൻപോട് ചൊല്ലി ഭവാൻ സ്തുതിച്ചിരുന്നതും വൻ തപോനിഷ്ഠ നിനക്ക് ഭവിച്ചതും ബന്ധുവാം എന്റെ അനുഗ്രഹം കൊണ്ടുതാൻ. ലോകരക്ഷയ്ക്കാണ് ഞാൻ ഗുണസംയുതനാകുന്നതായി അറിഞ്ഞു കീർത്തിക്കിയാൽ ഉല്ലാസവാനായി ചമഞ്ഞു ഞാൻ നാൻമുഖ കല്യാണമങ്ങയ്ക്കുളവായിടട്ടെ മേൽ. ഈ സ്തുതി ചൊല്ലി എന്നെ ഭരിക്കുന്നവൻ സത്വരം പ്രസാദത്തെ നേടുന്നിതു. ഇഷ്ടം എന്താണ് എന്നാൽ അലിഞ്ഞതും പെട്ടെന്നരുളും വരേശ്വരനായ ഞാൻ യാഗം സമാധിദാനം തപഞ്ചര്യയും യോഗവും കോപസുമവനവാപ്പികൾ അന്യോപകാരത്തിനായി രചിക്കുന്നതും എന്നെ പ്രസന്നനാക്കുന്നതായി സന്നദ്ധം. ഞാൻ അഖിലാത്മാക്കൾ തന്നെ ആത്മബോധന ഞാനാം പരമമാം പ്രേമ വിഷയവും എന്നതിനാൽ ജീവരാശിക്കതിപ്രിയം എന്നിലുണ്ടാം. ദേഹമല്ലയെങ്കിൽ എന്തിനാ വേദമയനാകും ആത്മയോ ബോധവാനായൊരു ഭേദവും എന്നിയെ എന്നിൽ ശയിക്കും പ്രജകളെയൊക്കെയും മുന്നേ കണക്ക് നിർമ്മിക്കാൻ തുടങ്ങുക. ജീവക്കോടിക്കും ആ മായയ്ക്കും ഈശനായി മീവീരും ശ്രീ പത്മനാഭദേവൻ സ്വയം സൃഷ്ടിയുപായം കഥിച്ചീവിധം നാൻമുഖ ദൃഷ്ടിയിൽ നിന്നും സ്വരൂപം മറച്ചേരൂ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ